ഖത്തറിന്റെ ഫയറിംഗ് സ്ക്വാഡിന്റെ വെടിയുണ്ടകളിൽ തീരേണ്ടിയിരുന്ന ഇന്ത്യയുടെ 8 ഉന്നത നാവികസേനാ ഭടന്മാർ ഇന്ത്യയിൽ ഇറങ്ങിയത് ഭാരത് മാതാ കി ജയ് വിളികളുമായി. ന്യൂഡൽഹി വിമാനം ഇറങ്ങി അവർ പുറത്തു വന്നത് ഒരു യുദ്ധത്തിൽ ജയിച്ചു വന്നവരെ പോലെയായിരുന്നു. ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിച്ചവരെ ഫയറിംഗ് സ്ക്വാഡ് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. കൈകൾ കെട്ടി തല മൂടിക്കെട്ടി നിർത്തി വെടിയുതിർത്താണ് ഖത്തറിൽ വധശിക്ഷ നടപ്പാക്കുന്നത്. അന്നേ പറഞ്ഞിരുന്നു, ഖത്തറിന് വിധിക്കാം എന്നല്ലാതെ ഇന്ത്യൻ സൈനികരുടെ രോമത്തിൽ തൊടാനുള്ള ശേഷിയില്ല എന്ന്. ഖത്തറിന് ഇന്ത്യൻ സൈനികരെ ഒന്നും ചെയ്യാനുമാകില്ല എന്നും അന്നേ പറഞ്ഞിരുന്നു. എല്ലാ ഇന്ത്യൻ പ്രവചനവും വിലയിരുത്തലും ഇപ്പോൾ കൃത്യമായി ശരിയായിരിക്കുകയാണ്. യുദ്ധ തടവുകാരെ പോലെ പിടിച്ചു, ചാരക്കേസിൽ വധിക്കാൻ ഉത്തരവിട്ടു, പിന്നീട് വധശിക്ഷ വിധിച്ച 8 പേരെയും വെറുതെ വിടുന്നു. ഓർക്കണം, വധശിക്ഷയ്ക്ക് വിധിച്ചവരെയാണ് ശിക്ഷ പ്രഖ്യാപിച്ച് വെറും ആഴ്ചകൾ കൊണ്ട് ഇന്ത്യൻ മണ്ണിലേക്ക് സ്വതന്ത്രമായ കരങ്ങളും പൂർണ്ണ സ്വാതന്ത്ര്യവുമായി എത്തിച്ചത്. അന്തർദേശീയ മാധ്യമങ്ങൾ ഇതിന് നൽകിയ തലക്കെട്ട് ഇങ്ങനെയാണ്: അസാധ്യമായ കാര്യങ്ങൾ സാധിച്ചിരിക്കുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശക്തമായ നീക്കങ്ങൾ ജയിച്ചിരിക്കുന്നു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെ വാർത്താ തലക്കെട്ട്. ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരെ നാട്ടിലെത്തിക്കുമെന്ന് ഖത്തറിൽ അവരെ വധിക്കാൻ വിധിച്ച ദിവസം തന്നെ ഇന്ത്യൻ സർക്കാർ പറഞ്ഞിരുന്നു. പറഞ്ഞത് അതുപോലെ പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി, വാക്കുപാലിക്കുന്ന പ്രധാനമന്ത്രി. ഖത്തറിൽ കണ്ടത് മോദിയുടെ ഗ്യാരണ്ടി. മോദിയുടെ ഗ്യാരണ്ടി എന്ന വൈറൽ വാക്യം ഇന്ത്യൻ അതിർത്തിയും കടന്ന് ലോകത്ത് പരക്കുകയാണ്. മോദിയുടെ ഗ്യാരണ്ടിയായിരുന്നു ഇന്ത്യൻ സൈനികരെ തിരികെ വീട്ടിലെത്തിക്കുമെന്ന്. ആ ഗ്യാരണ്ടിയാണ് ഒരു വാക്ക് തെറ്റാതെ ഇപ്പോൾ നടപ്പാക്കിയത്. ദില്ലി വിമാനത്താവളത്തിൽ ഇറങ്ങിയ 8 ഉന്നത നാവിക ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞു. വധശിക്ഷയിൽ നിന്നും മോചിതരാകുമെന്ന് കരുതിയതല്ല, എന്നാൽ ആദ്യം വധശിക്ഷയിൽ നിന്നും മോചിതരായി, പിന്നീട് ശിക്ഷകൾ എല്ലാം റദ്ദായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലും ലോകത്തെ അദ്ദേഹത്തിന്റെ കരുത്തും ശക്തിയുമാണ് ഇന്ത്യയിൽ തിരിച്ചെത്താൻ ആയത് എന്ന് 8 നാവിക മുൻ ഉദ്യോഗസ്ഥരും പറഞ്ഞു. തങ്ങളെ മോചിപ്പിക്കില്ലായിരുന്നുവെന്ന് പറഞ്ഞു. അവരുടെ മോചനം ഉറപ്പാക്കാനുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള സുസ്ഥിരമായ നയതന്ത്ര ശ്രമങ്ങൾക്കാണ് അത്. ന്യൂഡൽഹിയിൽ നിന്നുള്ള നിരന്തരമായ നയതന്ത്ര ഇടപെടലുകൾക്കും നിയമസഹായത്തിനും ശേഷം അവരുടെ വധശിക്ഷ പിന്നീട് നീട്ടിയ ജയിൽ ശിക്ഷയായി കുറച്ചു. ഒടുവിൽ മോചിതനായി നടന്നതിന്റെ ആശ്വാസത്തിൽ തിങ്കളാഴ്ച പുലർച്ചെ ദില്ലി വിമാനത്താവളത്തിലെത്തിയ നാവിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഒടുവിൽ സുരക്ഷിതമായും സുഖമായും വീട്ടിലേക്ക് മടങ്ങിയതിൽ എനിക്ക് ആശ്വാസവും സന്തോഷവും തോന്നുന്നു. ഞങ്ങളുടെ മോചനം ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ഇടപെടൽ ഇല്ലായിരുന്നു എങ്കിൽ ഇത് സാധ്യമാകുമായിരുന്നില്ല എന്നതിനാൽ ഞങ്ങൾ ജീവനോട് ഇന്ത്യയിൽ എത്തിയതിന് ആദ്യം നന്ദി പറയുന്നത് നമ്മുടെ കരുത്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണ്. എന്നെയും എന്റെ കുടുംബത്തിന്റെയും നന്ദി അദ്ദേഹത്തോട് 1000 വട്ടം പറയുകയാണ്. മോദിയുടെ ഗ്യാരണ്ടിയിൽ ഞങ്ങളെ വിട്ടയച്ച ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽത്താനിക്കും നന്ദി പറഞ്ഞു. മോചിതനായി ഇന്ത്യയിൽ ഇറങ്ങിയ ഒരു നാവിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു, പ്രധാനമന്ത്രി മോദിയുടെ ഇടപെടലില്ലാതെ ഞങ്ങൾ സ്വതന്ത്രരായി നടക്കില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമം ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കില്ല. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഉന്നത തലത്തിലുള്ള ഇടപെടലുകൾ മോദി നടത്തി. നരേന്ദ്രമോദിയുടെ വാക്കുകളെ ലോകം അവഗണിക്കില്ല എന്നതിന്റെ വലിയ തെളിവും സത്യവുമാണ് ഞങ്ങളെ വിട്ടയച്ചത്. അത്ര ശക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലോകരാജ്യങ്ങളിൽ മുഴുവൻ എന്ന് മറ്റൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. മോചിതരായ മറ്റൊരു നാവികസേനാംഗവും അവരുടെ മോചനം ഉറപ്പാക്കുന്നതിൽ കേന്ദ്രം നടത്തിയ ഇടപെടലിനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളും നാട്ടിൽ തിരിച്ചെത്തിയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഈ ദിവസത്തിനായി വളരെ കാലമായി കാത്തിരിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി മോദിയും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഇടപെടലും ഖത്തർ ഗവൺമെന്റിന്റെ ഉന്നത തലങ്ങളിൽ ഞങ്ങളുടെ കേസ് ഏറ്റെടുക്കുകയും ഒടുവിൽ ഞങ്ങളുടെ മോചനം ഉറപ്പാക്കുകയും ചെയ്തു. അദ്ദേഹത്തോടും ഖത്തർ അമീറിനോടും നന്ദി പ്രകടിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല എന്നായിരുന്നു ഈ ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.